ഇങ്ങനെ ഒരു ആക്ട്രസ് ഉണ്ട് എന്നുള്ളത് ഈ നാട് മുഴുവൻ അറിഞ്ഞത് അങ്ങനെ ഒരു സീരിയൽ വന്നിട്ടാണ്. ആക്ടേഴ്സിന് അത്ര വർക്ക് ചെയ്യുന്ന അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് എപ്പോഴും ഈ പറഞ്ഞ ടൈപ്പ് കാസ്റ്റിങ്ങിന്റെ ഒരു ഏരിയയിലേക്ക് ഞാൻ പെട്ടുപോയിട്ടുണ്ട്. ഗുൽമോഹറിലെത്തിയപ്പോൾ ഭക്ഷണം പോലും കഴിക്കാത്തതായി. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ള അവസ്ഥയാണ്. പത്മയിലാണ് ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ഇട്ട് പുറത്തേക്ക് വരുന്നത്. അതുവരെ ദാരിദ്ര്യം, കഷ്ടപ്പാട്, ആദി, വ്യാധി, വേവലാതി എന്നുള്ള രീതിയിലാണ്. അമ്മവേഷങ്ങളിലേക്ക് കുറെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ അമ്മവേഷം ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അമ്മയായിരിക്കണം മെയിൻ റോള്. ഞാൻ അങ്ങനെ നായർ തറവാട്ടിലുള്ള അതൊന്നായിട്ടൊന്നും ഞാൻ ഇരുന്നോളൂ ഇരിക്കൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറെ ആള്, പിന്നെ ഉണ്ണിമായ, ദർശന, വിഷ്ണു അഗസ്ത്യ, വിനീതേട്ടൻ, റംസാന്. MIT മൂസയിലെ പാത്തു ഇപ്പം ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ്. അത് ജീവിതത്തിലും കരിയറിലും എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? MIT മൂസയിലെ പാത്തു എന്ന് പറയുന്നത് അതാണ് ഒരു സുരഭി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി. ഈ സിൽമാടി എന്നുള്ളിടത്തുനിന്ന് മാറി ഇങ്ങനെ ഒരു ആക്ട്രസ് ഉണ്ട് എന്നുള്ളത് ഈ നാട് മുഴുവൻ അറിഞ്ഞത് അങ്ങനെ ഒരു സീരിയൽ വന്നിട്ടാണ്. പക്ഷെ അതിനെ ഒരേപോലെ തന്നെ 2 വശവും, ഒരു നാണയത്തിന്റെ 2 വശം പോലെ അതെന്നെ അല്ലാതെയും ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ ആ ഒരു ഫ്രെയിമിൽ മാത്രം ആയി പോവാനുള്ളൊരു ഇത്. കാരണം വിളിക്കുന്ന ക്യാരക്ടേഴ്സ് മുഴുവൻ അങ്ങനത്തത്. അല്ലെങ്കിൽ ചോദിക്കാനിരുന്നു അതായിരുന്നു, ഈ ഒരു ഭാഷാ ശൈലി ഭയങ്കര യുണീക്കാണ്, സുരഭിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. അപ്പൊ അത് ദോഷമായിട്ടുണ്ടോ ഗുണമായിട്ടുണ്ടോ എന്നും കൂടെ ചോദിക്കാനിരിക്കുന്നു. ഭാഷ ദോഷമായിട്ടില്ല, ഭാഷ ദോഷമല്ല, നമ്മളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ അല്ല. നമ്മളെ അതാണ് പലപ്പോഴും ഡയറക്ടേഴ്സ് ആക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യില്ല. അപ്പം അഭിനയം ആ ഒരു സെറ്റിൽ വന്നിട്ട് പഠിക്കുന്ന ഒരു സംഭവം ഇതൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഡയറക്ടർ അല്ലെങ്കിൽ അവിടെ വന്ന് ആക്ടേഴ്സിന് അത്ര വർക്ക് ചെയ്യുന്ന അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും നമുക്ക് വളരെ കുറവാണ്. ഡയറക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ആക്ടേഴ്സിന് എങ്ങനെ വേറൊരു ഫോമിലേക്ക് അവരുടെ കാണാത്തൊരു രൂപത്തിലേക്ക് പെർഫോം ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ ടൈമും വേണ്ടതാണ്. അപ്പം അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ പറഞ്ഞ ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് ഞാൻ പെട്ടുപോയിട്ടുണ്ട്. കാരണം ആദ്യത്തെ എൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന്, പിന്നെ അവിടെ നിന്ന് അതിൽ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. ബൈ ദ പീപ്പിളിൽ മറ്റേ ഗുൽമോഹറിലെത്തിയപ്പോൾ ഭക്ഷണം പോലും കഴിക്കാത്തതായി. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ള അവസ്ഥയാണ്. പിന്നെ നേരെ വളർമതി വേറെ, ജ്യൂസ് വേണ്ടമ്മ എനിക്കും വേണമെന്നൊക്കെ പറയുന്നത് ഭക്ഷണത്തോട് ഭയങ്കര ആക്രാന്തമുള്ളൊരു, ആക്രാന്തല്ല, ആ രീതിയിലുള്ളൊരു ജ്യൂസൊക്കെ കുടിക്കാനൊക്കെ ഇഷ്ടം, അങ്ങനെയുള്ളൊരു ഇതിലേക്കായി. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ദാരിദ്ര്യം, കഷ്ടപ്പാട്. ഞാൻ പത്മയിലാണ് ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ഇട്ട് പുറത്തേക്ക് വരുന്നത്. അതുവരെ ദാരിദ്ര്യം, കഷ്ടപ്പാട്, ആദി, വ്യാധി, വേവലാതി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും മേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ MIT മൂസ വന്ന സമയത്ത് വീണ്ടും അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സായി. MIT മൂസയിലാണെന്നുണ്ടെങ്കിലും ഞാനെന്നുള്ളതല്ല, 4ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റ് പൊട്ടത്തരവും മണ്ടത്തരവും പറയുന്ന ഏത് ലെവലിലേക്ക് വരെ. കാരണം ആ ക്യാരക്ടറിന് മാത്രമാണ് ഒരു ലൈസൻസ് ഇല്ലാത്തത്. എന്നാലേ അവിടെ ഒരു സംഘർഷം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എത്ര വേണമെങ്കിൽ ഓവറാവാം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ആ ക്യാരക്ടറിന്. അങ്ങനൊരു ഫോം ഇല്ലാത്തൊരു ഇതായിരുന്നു. ഹ്യൂമർ അപ്പോഴാണോ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത് ഒരു അഭിനയം? അല്ലല്ല, നാടകത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണാടി എന്നൊക്കെ കുളൂർ മാഷിൻ്റെ എഴുതിയിട്ടുള്ള വിനോദ് മാഷിൻ്റെ ഞങ്ങൾ കുറേ നാടകങ്ങളും പരിപാടികളും ഒക്കെ അങ്ങനെ ഹ്യൂമറും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് വിനോദ് കോവൂർ, അപ്പോൾ ഇന്ദുലേഖയുടെ ഒരു പരസ്യത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മുടി ഇങ്ങനെ തഴച്ചു വളരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജോമോൻ ചേട്ടനാണ് ചെയ്തത്. അപ്പം അത് കണ്ടിട്ട് അങ്ങനെ ആ ഒരു മലബാർ സ്ലാങ് സംസാരിക്കുന്നത്, അതും ഇപ്പം ഞാൻ സംസാരിക്കുന്ന മലബാറല്ല, അതിനേക്കാളും ഒരു 10-60-70 വയസ്സൊക്കെ ഉള്ള ഉമ്മുമ്മമാർ സംസാരിക്കുന്ന ആ ഒരു സ്ലാങ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ വിനോദേട്ടനാണ് അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ നരിക്കുനിയുണ്ട്, പക്ഷെ അവൾ കാലടിയിലാണ് പഠിക്കുന്നത്, നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് എന്നെ അതിലേക്ക് വിളിക്കുന്നത്. അപ്പം ഇത് മാത്രം എന്നുള്ളൊരു ഇതിലാക്കിയപ്പം ഞാൻ മനഃപൂർവ്വം അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് തീരുമാനിച്ച് മാറിയിട്ടുണ്ടായിരുന്നു. നാഷണൽ അവാർഡ് വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും അതൊരു വലിയ ബഹുമതിയും ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെയാണല്ലോ. അതിനുശേഷം സുരഭിയുടെ ഒരു കരിയർ ഗ്രാഫ് നോക്കിയാൽ ഇപ്പം ലീഡ് റോൾസ് ചെയ്യണം എന്നൊരു നിർബന്ധവും പിടിച്ചിട്ടില്ല, എല്ലാത്തരം റോളുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരു തീരുമാനങ്ങളിൽ വ്യത്യാസം വന്നു. ഒരു ചോയ്സ് എടുക്കുന്നതിൽ, ഇന്ന റോൾസ് സെലക്ട് ചെയ്യുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആ ടൈപ്പ് കാസ്റ്റിംഗിൽ നിന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നാഷണൽ അവാർഡ് വന്നതിന് ശേഷം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായത്?
സത്യത്തിൽ നാഷണൽ അവാർഡ് വന്നതിന് ശേഷം പലരും എന്നെ അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുമോ അല്ലെങ്കിൽ എന്നോട് ഇങ്ങോട്ട് അയ്യോ ഈ റോൾ എന്തായാലും ചെയ്യാൻ പറ്റില്ല, പിന്നെ അമ്മവേഷം ചെയ്യാനായിട്ടില്ല എന്നൊക്കെയുള്ള, അപ്പം നായികയാക്കാനിട്ട് വയ്യതാനും എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഞാനൊരു നിർബന്ധവും പിടിച്ചില്ല. എന്താണെന്നുണ്ടെങ്കിലും എനിക്കൊരു എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് ഒരു ഇതായതുകൊണ്ട് എന്ത് റോളാണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഇതുണ്ടായിരുന്നില്ല. പിന്നെ കുറേ മിന്നാമിനെങ്കിലും ഒരു അമ്മയുടെ വേഷമായതുകൊണ്ട് അമ്മ വേഷങ്ങളിലേക്ക് കുറേ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ വേഷം ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അമ്മയായിരിക്കണം മെയിൻ റോള്, ബാക്കിയുള്ളൊരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ളതുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി അത് തന്നെ എന്താ പറയുക, ആ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ വന്ന് കുറേ സിനിമകൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനൊന്നും പ്ലാനിങ്ങും അല്ലെങ്കിൽ ധൃതി പിടിച്ചിട്ട് ഓടുകയും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സമയം വരട്ടെ ആവട്ടെ വരും എന്നുള്ള രീതിയിൽ എൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു പത്മയിലെ ക്യാരക്ടർ. അപ്പോൾ സുരഭിനെ അതുവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ്. അനുവേട്ടനെ ആദ്യം തിരക്കഥ മുതൽ അറിയാം. എങ്ങനെയാണ് ആ ക്യാരക്ടർ വന്നപ്പോഴും അത് ചെയ്തപ്പോഴും എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? അത് അന്ന് വേറെ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വേഗം വിളിച്ചിട്ട് അല്ലടി നീ നിനക്ക് ഫ്രീ ആണോ, ഇപ്പോൾ കൊറോണയൊക്കെ ഉള്ള ഒരു സമയത്തായിരുന്നു, അപ്പോൾ നിനക്ക് വേറെ കൊറോണൻ്റെ എന്തെങ്കിലും സീൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വരുന്ന നമ്മളൊരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പത്മ സിനിമയിലേക്ക്. പുള്ളി ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയ ഒരു സിനിമ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് തന്നെ ഒരു അവിഹിതം പറയുന്ന ഒരു ഇതില്ലേ, എനിക്കൊരാളോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് ആദ്യം വന്നിട്ട് എന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് ചെയ്യുന്ന ഒരു സീൻ എന്ന് പറയുന്നത് അത്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ ഇതെന്ന്. അപ്പോൾ ഒരു തരത്തിലിങ്ങനെ കഥ എങ്ങനെയൊന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും നേരത്തെ പറഞ്ഞ പോലെ ഒരു മെത്തേഡ് പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പത്മ ഇതാണ് എന്നുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ തിയേറ്റർ കുറേ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ മുകളിലാണ് ഞാൻ ആ സിനിമയൊക്കെ ചെയ്തത്. അപ്പം എന്നോട് പറഞ്ഞു, പക്ഷേ നിന്നെ കുറച്ച് നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ മേക്കപ്പ് മാനൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമൽ, അജിത് കുമാർ, മുകേഷ്, അതുപോലെ തന്നെ അഭിലാഷ് ചിക്കു, ഇവരുടെയൊക്കെ കരവിരുതുകളായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ. അപ്പോൾ അതിൽ 1-2 സീൻ വിട്ടുപോയി. ഇവർ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ചില സ്ഥലത്ത് കുറച്ച് ഓവറായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇവർ ആ സൊസൈറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്ത് ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് എന്തോ സമയത്തിൻ്റെ ഒക്കെ ഇതുകൊണ്ടോ അത്ര അങ്ങനെ കട്ടായിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അനൂപ് മേനോൻ എന്ന് പറയുന്ന ഒരാൾ തിരക്കഥ സമയത്ത് പ്രിയാമണിയുടെ നായകനാണ്, ഞങ്ങളെ സിനിമയിലെ നായകനാണ്. അപ്പം എനിക്ക് അധികം സംസാരിച്ചോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ എൻ്റെ നാട്ടുകാരനാണ്. പിന്നെ അദ്ദേഹം എഴുതിയ സിനിമയാണ് പകൽ നക്ഷത്രങ്ങൾ. അതിൽ അദ്ദേഹത്തിൻ്റെ അനിയത്തിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിചയവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം ഇതേപോലെ തന്നെ മേനോൻ്റെ സിനിമകളിലെ നായികമാരൊക്കെ കുറച്ച് ഭയങ്കര ബോൾഡായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ളൊരു ഇതൊക്കെയാണല്ലോ. പിന്നെ അത് അവിടെ പോയിട്ട് അങ്ങോട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് അദ്ദേഹം ആ നഗ്ന സത്യങ്ങളെല്ലാം പുറത്തു കൊടുത്തു. ഞാൻ നായികയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ പ്രൊഡ്യൂസർ മാറി. അങ്ങനെ അല്ലാതെ അപ്പോഴും പറയായിരുന്നു അങ്ങനെ. പക്ഷേ ഒരു പുള്ളിക്ക് നമ്മളെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് അപ്പോൾ ആ ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ വിശ്വസിച്ചു. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളത് ആ സിനിമ നന്നായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അല്ല, ഈ പറഞ്ഞ പോലെ തിരക്കഥ ചെയ്യുമ്പോഴൊക്കെ ഇദ്ദേഹം പ്രിയാമണിയൊക്കെ ഉള്ള കുറേ റൊമാൻറ്റിക് സീനുകളൊക്കെ ഉണ്ട്. അപ്പം ഈ അമ്മ അറിയാതെ ഇതിനു വേണ്ടിയിട്ട് മൊത്തം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് വളർമതിയുടെ ഇതാണ്. അപ്പം അജയചന്ദ്രൻ പേര് വന്നേ, മാളവിക എന്നൊക്കെ പറയാം. അപ്പം മാളു അങ്ങനെയൊക്കെ അതൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് ഇതൊക്കെ റൂമിൽ വന്നിട്ട് വലിയ കണ്ണാടിയല്ല, നല്ല ഹൈറ്റിലായിരുന്നു കണ്ടു. പിന്നെ അതിലേക്ക് എത്തിച്ച് നോക്കി അന്ന് അവർ ചെയ്തത് ഒക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നപ്പോൾ അത് കാലം അങ്ങനെ മാറി വരുന്നു എന്ന് പറയുന്ന പോലെ ഒരു സന്തോഷമുണ്ട്. അതേപോലെ ഇപ്പോൾ സുരഭി ഇപ്പോൾ പല സിനിമകളിലും ഇപ്പോൾ ഭയങ്കര ഗെറ്റപ്പ് ചേഞ്ചുകളുള്ള റോളുകൾ, ഇപ്പോൾ കുമാരിയിലെ റോള് ഭയങ്കര രസമായിട്ട്, ഇപ്പം ഈ അടുത്ത് ഓളവ് തീരത്തിലും അഗൈൻ വളരെയധികം പ്രായമുള്ളൊരു റോളാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പഠനം ഒക്കെ നടത്താറുണ്ടോ, അതോ ഈ ഫിസിക്കലായിട്ടുള്ള ഒരു അപ്പിയറൻസ് മാറുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ബോഡി ലാംഗ്വേജിനൊക്കെ പ്രത്യേകം എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
ഉറപ്പായിട്ടും ഫിസിക്കൽ അപ്പിയറൻസ് മാറ്റുക എന്നുള്ളത് അതിലല്ല ഏറ്റവും കൂടുതൽ ഇത് ഉണ്ട്. അത് ഓക്കെ, അതൊരു വശത്ത് എന്തായാലും വേണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ മെൻ്റലി മാറുക എന്നുള്ളതാണ്. ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ പിടിക്കുക എന്നുള്ളതാണ്. കുമാരി എന്ന് പറഞ്ഞിരിക്കുന്ന സ്ക്രിപ്റ്റ് എനിക്ക് കൊണ്ടു തന്നപ്പോൾ ഞാൻ ഭയങ്കര ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കാരണം അതിലെ ഡയലോഗുകൾ ഇങ്ങനെയാണ്: കാലം നിനക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. തറവാട് വീടിന് നാശം വരുത്തുവാൻ വന്നിരിക്കുന്ന ഒരു ഭ്രാന്തനാണ് നീ. കുട്ടിയെ കൊല്ലാൻ കൊടുത്ത് കാഞ്ഞിരങ്ങാട്ടെ മനുഷ്യന്മാരെ രക്ഷിക്കാൻ നീ പോകണ്ട. ചെകുത്താൻ വരും, പ്രതികാരം വീട്ടും. ഇത് ഇല്ലിമല ചെകുത്താന് കുമാരി കൊടുത്ത വാക്കാണ്. ഞാൻ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് തീരെ ഇതെങ്ങനെയാണിത് പറയേണ്ടത്, ഇവർക്ക് എന്താണ് ഏജ്, ഇതാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു 10-70 വയസ്സുള്ള ഒരു മുത്തശ്ശി പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു രൂപം, അതൊക്കെയാണ്. അപ്പം എനിക്ക് അതൊന്നും കിട്ടുന്നില്ല. എനിക്ക് അതൊന്നും സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ നിന്നപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റുമായിട്ട് പോകും എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്തേക്ക്, ഉസ്താദ്മാരുടെ അടുത്തേക്ക്. ഇപ്പോൾ ജോഷേട്ടൻ്റെ അടുത്തും അവരടുത്ത് ഞാനിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം എന്നോട് വിനോദ് മാഷാണ് പറഞ്ഞത്, എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ബ്ലോക്കായിട്ട് തോന്നുന്നത് എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഡയലോഗാണ് ബ്ലോക്കായിട്ട് തോന്നുന്നത്. എനിക്ക് ഡയലോഗ് ഭയങ്കര ബ്ലോക്കാണ്. അപ്പം ഡയലോഗാണെന്ന് മനസ്സിലായല്ലോ. അപ്പം പിന്നെ അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പൊയ്ക്കോളാൻ പറഞ്ഞു, വയനാട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അവർക്ക് അഭിനയം പഠിപ്പിച്ച് തരിക എന്നുള്ളതല്ല ഒരു തിയേറ്റർ അധ്യാപകൻ്റെ ജോലി എന്നുള്ളത്. പലപ്പോഴും നമുക്ക് വഴി പറഞ്ഞു തരിക എന്നുള്ളതാണ്. അപ്പോൾ ജോഷേട്ടനും അതന്നെ, ഡയലോഗായിരിക്കും നിനക്ക് ബ്ലോക്ക് പറഞ്ഞാൽ അതന്നെ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യൂ എന്നുള്ളതാണ് പറയുക, അത്രയേ അവർ പറയുന്നത്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വയനാട്ടിലെ പണിയരും കുറിച്ചരും എന്ന് പറഞ്ഞുള്ള 2 വിഭാഗക്കാരുണ്ട്. അവർക്ക് 2 പേർക്കും അവരെ കണ്ടുപിടിച്ച്, അപ്പോൾ എൻ്റെ ഒരു ചോട്ടു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, അവന് ചോട്ടു എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ അവന് കുറേ ട്രൈബലായിട്ടുള്ള ആൾക്കാരറിയാം, അതിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവർ ഈ ഡയലോഗുകളെല്ലാം 2 വിഭാഗത്തു നിന്നും മാറ്റിയിട്ട് ഞാനിത് 2ഉം കൂടെ മിക്സ് ചെയ്ത്, കുറച്ച് മലയാളം കൂടെ മിക്സ് ചെയ്ത്, ഇത് നമ്മുടെ നിർമ്മൽ സഹദേവ് ഡയറക്ടറിന് ഞാനൊരു ദിവസം ഫോൺ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഇത് സുരഭിയായിട്ട് തന്നെ ചെയ്തൊരു കാര്യമാണ്. അവർ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അങ്ങനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം അത് വേണ്ട, അല്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം വിചാരിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയിന്. എനിക്കത് അഭിനയിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോയിന്. ഇങ്ങനെ ഒട്ടും എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ ലുക്ക് അതെന്ന് പറയുന്നെങ്കിൽ നല്ലൊരു ഡയലോഗുണ്ട്, 12 വർഷങ്ങളായി ഞങ്ങൾ കാത്തിരിക്കിഞ്ചോ, അബാളെത്തിക്കഴിഞ്ഞു, 12 വർഷങ്ങളായി ഞങ്ങൾ കാത്തിരിക്കിഞ്ചോ, ഈ കാത്തിരിപ്പ് എന്തോ അവസാനിപ്പ, ഇനി എമ്പാട് കാലഞ്ചു കാണി എന്ന് പറഞ്ഞാൽ ഇനി അധികം കാലം വേണ്ട, അവളെത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്ത് തന്നെ അത്രയും വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ്, ചെകുത്താനെ സേവിക്കുന്ന ഒരാളെ, അവരാ നാട്ടിൽ സാധാരണ മൂപ്പനാണ് ഉണ്ടാവില്ല, ഇതിൽ മൂപ്പനില്ല, ആദിവാസി അമ്മാരില്ല, ഒരു മൂപ്പത്തി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആണാവാം പെണ്ണാവാം, ഇതിൻ്റെ ഒരു ഷീമൻ എന്നുള്ള രീതിയിൽ വേറൊരു ഒരു പ്രത്യേക തരം രൂപമല്ലേ അതിനകത്തുള്ളത്. അപ്പം ആ രൂപത്തിലേക്കൊക്കെ പോവുകയും പല്ലും പുരുകവും ഇതൊക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂറുള്ള ഒരു മേക്കപ്പും കൂടിയാണ് അത് വരുന്നത്. പിന്നെ ആ ഭാഷയും സാധനങ്ങളും ഒക്കെ ആകുന്ന സമയത്ത് എനിക്കത് വളരെ വിശ്വസനീയമായിരുന്നു. കാരണം അത് ഭയങ്കര ഒരു മനുഷ്യൻ്റെ ഇതിൽ അങ്ങനത്തെ ഒരു രീതിയിലല്ലാത്തൊരു അങ്ങനത്തെ ഒരു കഥയും കൂടിയായിരുന്നു. ഞാൻ അത് കൺസീവ് ചെയ്ത അങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മറ്റേ ഇവിടെ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാലം നിനക്ക് എനാത്ത കരുതി വെച്ചളഞ്ചു. അപ്പോൾ നമുക്ക് ആ ശബ്ദത്തിലും കാലം നിനക്ക് എനാത്ത കരുതി വെച്ചളഞ്ചു എന്ന് പറയുമ്പോൾ ശബ്ദത്തിലും നമുക്ക് മനസ്സിലാവക്കാണി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ മാറും. ബൂടുപുരയ്ക്ക്, അതാണ് തറവാട്, ബൂടുപുരയ്ക്ക് നാശം വരുത്തുവാ പോന്ന പിരാന്തരാഞ്ജലി എന്ന് പറഞ്ഞ് ആ ശബ്ദത്തിലൊക്കെ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ എന്നോട് ഇതായിപ്പോയി. ആ രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെ അതിൽ ഒരു ഇത് പറയുന്നുണ്ട്, ഈ കാട് കടന്തല ഒരു പുഴ കാണാ, പുഴേനക്കരെ ഞാൻ കാത്തിരിക്കും ഞാനേ നിന്നെ ചെത്താൻ അരുവിലേക്ക് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പോൾ ആ സമയത്ത്
ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൽ ഞങ്ങൾ വർമ്മ സാറിൻ്റെ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു വോയിസിൻ്റെ. അപ്പം അത് ചില സമയത്ത് നമ്മൾ എവിടെയോ മറന്നു പോയ മെമ്മറിയൊക്കെ വരും എന്ന് പറഞ്ഞില്ല. അപ്പോൾ അന്ന് സാറിങ്ങനെ ഇങ്ങനെ നിങ്ങളൊരു വലിയൊരു കാട്ടിലാണ് നിൽക്കുന്നത്, അവിടെ നിങ്ങൾ അപ്പുറത്തെ മലയിലുള്ള വേറൊരാൾക്ക് നിങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ വോയിസിനെ നിങ്ങളെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, അത് ആ സ്പേസിലേക്ക് നമ്മളെ മനസ്സുകൊണ്ട് എത്തിച്ചിട്ട് ഇത് ചെയ്യും. ഞാൻ എന്നെ ചെറുത്താനരുവിലേക്ക് കൊണ്ടുപോയി കിറോ എന്നുള്ള ഒരു സാധനം ഇടുന്നു. അപ്പം അത് ഓക്കെ, ഞാൻ ഇവൾക്ക് ഫസ്റ്റ് മെസ്സേജ് കൊടുത്തു, കുമാരിക്ക് വേണ്ട സംഭവം ഞാൻ നിൻ്റെ വയറ്റിലൊരു കുട്ടിയുണ്ട് എന്നുള്ളൊരു ഹിൻഡ് കൊടുത്തു. ഇതിനി നമ്മളുടെ അടുത്ത വർക്കിലേക്ക് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തുകയാണ് എന്നുള്ളത് ചെറുത്താൻ്റെ അടുത്തേക്കുള്ളൊരു സിമ്പിള് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പം അതെനിക്ക് ആ സമയത്ത് അറിയാണ്ട് വന്നുപോയത്. പക്ഷെ അത് അവർക്ക് ഭയങ്കര എന്താ നിങ്ങൾ ഇട്ടിരിക്കുന്ന ശബ്ദം എന്ന് ചോദിച്ചിട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്തതായിരുന്നു. അപ്പോൾ അതിനെ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സിനിമയ്ക്ക് അത് നല്ലതാണ് എന്ന് വിചാരിച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡയറക്ടറും ക്യാമറാമാനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ഉണ്ടാവണം നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, മാഷെ എനിക്ക് ഇങ്ങനൊരു വർമ്മ സാറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ ഒരു മെമ്മറി അന്ന് നമ്മൾ എന്നോ ചെയ്തൊരു സംഭവം എനിക്ക് ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ എന്താണ് ഓളവും തീരവും എന്ന് പറയുന്ന സിനിമ, അപ്പം അതിൽ വരുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ എന്താണ് എന്നെ വിളിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കൺഫ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ചില സമയത്തൊക്കെ എനിക്ക് കുറച്ചും കൂടിയൊക്കെ 2 വർഷം മുമ്പ് എന്താണെങ്കിൽ കുറച്ചും കൂടി അതിലൊന്ന് വർക്ക് ചെയ്ത് ചെയ്യേണ്ട ചില ഏരിയകൾ ഉണ്ടായിരുന്നു. എന്നെ തൃപ്തിപ്പെടുത്താത്ത പല സംഭവങ്ങളും ഉണ്ട്. അത് ഗെറ്റപ്പിലും ഒക്കെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഓരോ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ ചെയ്യുന്ന പണിയായിരിക്കില്ല വേറെ ഒന്നിൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നത് ചെയ്ത് ഒന്നിലേക്ക് എത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് അങ്ങനെ വഴിയുമില്ല. അങ്ങനെ ഇതേപോലെ മനോരഥങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ 2 സിനിമകളിൽ അഭിനയിച്ച ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് MT സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുക, തിരക്കഥയിൽ അഭിനയിക്കുക, അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പറയാം. പിന്നെ ഇതിൽ പ്രിയൻ സാറിൻ്റെയും ജയരാജ് സാറിൻ്റെയും കൂടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അത് അഗൈൻ ഒരു ഷോർട്ട് ഫിക്ഷൻ നമ്മൾ ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറി വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഓളം തീരത്തിലെ ക്യാരക്ടറിലേക്ക് വന്നത് ഇപ്പോൾ പറഞ്ഞു തുടങ്ങി, അതും മറ്റേ ക്യാരക്ടറിലും ഇത് 2 സിനിമയായിട്ടുള്ളത്. ഇത് 2 കാണരുതെന്ന് ഇവർ 2 പേരും എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തോ പ്രശ്നം പറ്റുമോ, ഇനി കണ്ടാലെന്ന് വിചാരിച്ചിട്ട് ഞാനിത് 2 കണ്ടതുമില്ല. എനിക്ക് ആ തന്ന സ്ക്രിപ്റ്റിൽ വെച്ചിട്ടാണല്ലോ നമുക്കത് വർക്ക് ചെയ്ത് എത്താൻ പറ്റുന്നത്. അപ്പോൾ സ്വർഗം തുറക്കുന്ന സമയം എന്നുള്ള സീതാലക്ഷ്മി എന്നുള്ള ക്യാരക്ടർ, മറ്റേത് ബീബാത്തുമ്മ. അതിൽ സീതാലക്ഷ്മി കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി റിലേറ്റ്, ഞാൻ അങ്ങനെ നായർ തറവാട്ടിലുള്ള അതൊന്നുമായിട്ടൊന്നും ഞാൻ ഇരുന്നോളൂ ഇരിക്കൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മലബാർ സ്ലാങ്ങിലുള്ള ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങിലാണ് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ലാങ് ഒന്നും ആർക്കും എന്നെ തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പം ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ലാംഗ്വേജ് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇനി ഏത് ഭാഷയാണെങ്കിലും ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴോ തെലുങ്കിലോ ഒന്നും പറ്റുന്നൊന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ARMൻ്റെ പ്രൊമോഷന് പോയപ്പോൾ ഹിന്ദുവിൽ പോയിട്ട് ഞാൻ തമിഴ് പറഞ്ഞു തന്നത്. തമിഴ് അവിടെ ചെന്നപ്പോൾ എനിക്ക് തമിഴ്നാടാന്നുള്ളതാണ്. ഹിന്ദു പത്രത്തിൽ ബാക്കി എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ്, സോ ലിറ്റിൽ ബിറ്റ് ഇംഗ്ലീഷ്, കൊഞ്ചം തമിഴ് കൊഞ്ചം മലയാളം മിക്സ് പണി പേசி உங்களுக்கு தெரியுமான்னு ചോദിച്ചിട്ട് അവർ ഓക്കെ ആയി. അപ്പം അവിടെ നമ്മൾ തിയേറ്റർ കൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെടുന്നതാണ്. അവർക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായി. അതെ, ഈവൻ കൃതി ഷെട്ടിക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു മലയാളം എൻ്റെ മലയാളമാണ്. അവൾ പറഞ്ഞു എനിക്ക് ആകെ മനസ്സിലാവുന്നത് സുരഭി മാമിന് മലയാളം മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കൊള്ളാം, ഞാൻ എന്നെ തന്നെ കൊള്ളാവുന്ന ഒരു ഇതിൽ നമ്മളെന്താ പറയുക, ഈ ജയരാജ് സാറിൻ്റെ സിനിമ ഇപ്പം MT സാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മളെ നാട്ടുകാരനും കൂടെയാണ്. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സിനിമ എഴുത്തുകളൊക്കെ വളരെയധികം കുറഞ്ഞു. പിന്നെ ഒരു സിനിമ 2-ാം ഊഴത്തിൽ വിളിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിയില്ല. എന്നാലും അതൊക്കെ സിനിമയാവുന്നെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് സംശയമുണ്ട്. നമ്മളത് അങ്ങനെയുള്ള രീതിയിൽ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതിലും നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഇത് വന്നപ്പോൾ നമ്മൾ വേഗം ഒരു പാസിംഗ് റോൾ ആണെന്നുണ്ടെങ്കിൽ ചാടിക്കേറി
ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് 2 ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ആദ്യം ഏതായിരുന്നു ജയരാജ്? ആദ്യം ജയരാജ് സാറിൻ്റെതാണ് ചെയ്തത്. പിന്നെ ആദ്യം ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ഇതിൽ അഭിനയിച്ച ആൾ പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ആക്ടർ വീണ്ടും വേറൊരു ഇതിൽ റിപ്പീറ്റ് ചെയ്യരുത്. പക്ഷേ പ്രിയൻ സാറ് ഇങ്ങനെ സുരഭീനെ ഇത് അവർ വേണം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് അഭിനയിക്കുന്നത്. അങ്ങനെ അത് പ്രിയൻ സാറ്, സാബു സിറിൽ സാർ, അതുപോലെ സന്തോഷ് ശിവൻ സാർ, പിന്നെ ലാൽ സാർ, അങ്ങനെ എല്ലാവരും വലിയ സാറ് എല്ലാവരും കൂടെ അപ്പം പിന്നെ നമ്മൾ വേറൊന്നും നോക്കിയില്ല, നമുക്കൊരു അവസരം കിട്ടുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ തിയേറ്ററും ഡാൻസും ഒക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനോ അല്ലെ ഇപ്പോൾ എല്ലാ സിനിമയ്ക്കും ഇതേപോലെ പ്രാക്ടീസ് അല്ലെ പഠനത്തിനായി ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതല്ലാണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനും അല്ലെ അത് പോയി പെർഫോം ചെയ്യാനും ഒക്കെ സമയം കിട്ടാറുണ്ടോ? അത് ഡാൻസ് ഞാൻ ചെയ്യാറില്ല. ഡാൻസ് ഭരതനാട്യം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ അഭിനയത്തിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അഭിനയം ചെതി സ്വരങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ. അത് ഞാനൊന്ന് അഭിനയിച്ചങ്ങ് ഒന്ന് എന്താ പറയുക, സിന്ധു ടീച്ചറൊക്കെ ഉണ്ട്, ഞാനൊന്ന് ആസ്വദിച്ച് വരുന്നു. അപ്പോഴത്തേക്കും ടീച്ചർ തത്തളാമ്പ് തകതിക്ക് തകതന്നെ ഇങ്ങനെ തോന്നിട്ട് പിന്നെ പോയിട്ട് തത്തി തകണ്ണ ഗജം തറി കിട്ടത്തക തകന്ന് പറഞ്ഞു അങ്ങ് പോവും. പിന്നെ അതിൻ്റെ ഒരു കായികാധ്വാനം കഴിഞ്ഞ് പിന്നെ ഈ അഭിനയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും തത്തളാമ്പ് പറഞ്ഞിട്ട് എനിക്ക് ഒരു മജ കിട്ടുന്നില്ല ടീച്ചറെ എന്ന് പറയുന്നു. അത് ഭരതനാട്യം മോശമായതുകൊണ്ടല്ല, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. അപ്പം അത്ര സ്കില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വരാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാവണം, അത് വേറെ തന്നെയാണ്. പിന്നെ അതൊരു ഫ്രെയിം, അതിൻ്റെതായിട്ടുള്ളൊരു ഫ്രെയിം ഉണ്ട്. അതിനകത്ത് നിന്ന് എക്സലൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സാധാരണക്കാരനായിട്ടും അത്രയും ആ നാട്യധർമ്മിയും ലോകധർമ്മിയും കൂടെ മിക്സ് ചെയ്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് സാധാരണക്കാരനും കൂടെ അത് അത്തരത്തിലുള്ള ക്ലാസിക് കലകൾ ആസ്വദിക്കാൻ പറ്റുന്നത്. ഇത് നാടകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തുറന്ന ഒരു ഫ്രീഡമായി എങ്ങനെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എല്ലാ തരത്തിലും നമുക്ക് സ്വാതന്ത്ര്യമാണ്. ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം ഇന്ന് ഇതാവാം, എന്ത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാവുന്നൊരു ഇതായി. അപ്പോൾ പിന്നെ ഇതിലേക്ക് അങ്ങ് നമ്മുടെ ഫോക്കസ് മാറി. ഞാൻ 2017 തോന്നുന്നു ഞാൻ ലാസ്റ്റ് അങ്ങനെ ഒരു 1.5 മണിക്കൂർ ബോംബെ ടൈലേഴ്സ്, വിനോദ് മാഷ് സംവിധാനം ചെയ്ത ബോംബെ ടൈലേഴ്സ് ചെയ്ത്. അതിനു മുമ്പ് അഭിനയ റിസർച്ച് സെൻറ്ററിൽ ആക്ടറായിട്ട് വർക്ക് ചെയ്തപ്പോൾ 1 വർഷം നിരന്തരമായിട്ട് നടൻ സക്കാറാം ബൈൻഡർ ഇരകളോട് മാത്രമല്ല സംസാരിക്കേണ്ടത്, അതിനുമായി യക്ഷിക്കഥകളും നാട്ടുവർത്തമാനവും തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ ആഴ്ചയും എന്ന് പറഞ്ഞ പോലെ നാടകങ്ങൾ. അപ്പം അത്രയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മളുടെ ഒരു എല്ലാവരുടെയും സമയം ഒത്തു കിട്ടുന്നില്ല. ഞങ്ങളുടെ ടീമുകൾക്ക് എല്ലാവരും പല വഴിക്കുള്ളതാണ്. അപ്പോഴാണ് നമുക്കത് മിസ് ചെയ്യുമ്പോൾ സാർമാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വർക്ക്ഷോപ്പ് എന്തെങ്കിലും ഒരു അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന സിനിമയിൽ കിട്ടുന്ന ക്യാരക്ടേഴ്സിന് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അതെങ്ങനെയൊക്കെ ആവായിരുന്നു, എന്തൊക്കെ ആവായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഏതാണ് ഇനി വരാനിരിക്കുന്ന സിനിമകൾ, എന്തൊക്കെയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന സിനിമകൾ? ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുടെ അതിലൊരു ചെറിയൊരു വേഷം, അത് പറഞ്ഞ പോലെ പെട്ടെന്ന് വന്നതാണ്. ഇന്ന് വിളിച്ച് നാളെ വരണമെന്ന് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ക്ലാഷ് ആയപ്പോഴാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത്. അതും ഈ പറഞ്ഞ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ പോകുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ എന്താണോ ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പിന്നെ ഉള്ളത് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, അതും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ പോയി അഭിനയിച്ചു. അപ്പോൾ ദിലീഷ് പോത്തൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടൂട്ടുമോൻ എന്നാണ് വിളിക്കാറ്. ഞങ്ങളെക്കാളും കുറച്ച് ഏജായിട്ട് ഒരു പോത്തൻ വിളിച്ചുകൊണ്ട് നിൽക്കും, ഒരു 10-30 ദിവസം ഒഴിവുണ്ടോ, ഒരു 25 ദിവസം മിനിമം വേണ്ടോ ചെയ്യാൻ പറഞ്ഞാൽ ഉണ്ട്, ഇഷ്ടം പോലെ ഒഴിവേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നീ കുറച്ച് ഡ്രസ്സ് പാക്ക് ചെയ്തിട്ട് മുണ്ടക്കഴത്തേക്ക് വാ, നമുക്ക് ഇവിടെ ഒരു സിനിമയുണ്ട്. എന്താണെന്നൊന്നും നീ ഇപ്പം എന്നോടും ചോദിക്കരുത്. ശ്യാമും പിന്നെ നമ്മുടെ സുഹാസും ഷറഫും ഇവരെല്ലാവരും കൂടെയാണത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വന്നോളാം. അപ്പോൾ എന്തെങ്കിലും അല്ല, എനിക്കൊരു ഐഡിയ ഇല്ല, നീ വാങ്ങ, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ കയറി ചെന്ന് അഭിനയിച്ച വലിയ അടിപൊളി സെറ്റായിരുന്നു. വാണി ചേച്ചി, വാണി വിശ്വനാഥിൻ്റെ തിരിച്ചുവരവ്, അതുപോലെ കുട്ടേട്ടൻ, വിജയരാഘവൻ സാറ്, സുരേഷ് കൃഷ്ണ, അനുരാഗ് കശ്യപിനെ പരിചയപ്പെടാൻ എല്ലാവർക്കും പേടി. എനിക്കാണെങ്കിൽ ഹിന്ദി ഒന്നും അറിയില്ല, ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു.
അതോടുകൂടി കശ്യപ് അനുരാഗ് കശ്യപ് കുറേ പേരുണ്ട്. സെന്ന ഹെഗ്ഡെ, പിന്നെ കന്നഡത്തിൽ വേറൊരു ഡയറക്ടർ, പിന്നെ ഹനുമാൻ കൈൻഡ്. ശരി. അപ്പൊ ഹനുമാൻ കൈൻഡ് ഭയങ്കര ഇംഗ്ലീഷിലൊക്കെയാണ് അവൾ സംസാരിച്ചോണ്ട്. ഞാൻ പറഞ്ഞു മോനെ എന്ന് പറഞ്ഞു, ഏച്ച ഞാൻ പൊന്നാനിക്കാരൻ സൂരജാണ്. ഭയങ്കര നല്ല അടിപൊളിയായി. അപ്പോൾ അവൻ്റെ ഫസ്റ്റിൽ നമ്മളിപ്പോൾ ഭയങ്കര യൂട്യൂബ് തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ മറ്റേ. അപ്പം ഞാനിത് ഫസ്റ്റ് എനിക്കിതിങ്ങനെ അയച്ചു തന്നപ്പോൾ അതിലൊരു ചെറിയൊരു ഇങ്ങനെ നടക്കുന്നൊരു ഇതുണ്ട്. അപ്പം ഞാൻ ഗ്രൂപ്പ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, സുഹൃത്തുക്കളെ സഹൃദയക്കാരെ, നമ്മുടെ ഹനുമാൻ കൈൻഡ്, നമ്മുടെ സൂരജ് മോൻ മരണക്കിണറിൽ ബൈക്കും കാറും ഓടിക്കുന്ന ആളുകളുടെ സാഹസികമായ ജീവിതകഥയെക്കുറിച്ച് എഴുതിയ കവിത ഇവിടെ റീൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. പിന്നെ അത് എങ്ങോട്ട് പോയി നമ്മൾ തന്നെ അറിഞ്ഞിട്ടില്ല. സൂര്യ കേട്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ, പിന്നെ ഉണ്ണിമായ, ദർശന, വിഷ്ണു അഗസ്ത്യ, വിനീതേട്ടൻ, റംസാന, പിന്നെ വേറൊരു മോള്, അങ്ങനെ ഒരുപാട് പിന്നെ ജൂനിയറായിട്ടുള്ള ഒരു സ്ഥലത്ത് കുറേ തരം ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള രാപ്പാടി, എല്ലാവരും നല്ല കുറേ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഗമമാണ് ആ സിനിമ. നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏത് ഭാഷയിലും ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ മറ്റു ഭാഷകളിൽ നിന്ന് ഓഫറുകൾ വരാറുണ്ടോ? അതുകൊണ്ടായിരിക്കും വന്നിട്ടില്ല. നീ അനുരാഗ് കശ്യപ് ഒക്കെ ഒരു ഹിന്ദി പടത്തിലൊക്കെ വിളിച്ചാലോ? വിളിക്കും തോന്നുന്നില്ല. ഇല്ല, അങ്ങനല്ല. അല്ല, ഇതുവരെ അങ്ങനെ സിനിമയിൽ നിന്ന് ഏതോ ഒരു സിനിമ, പക്ഷെ അത് നടന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ അങ്ങനെ ഓഫറുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ താല്പര്യമുണ്ട് തമിഴിലും. എന്താ അങ്ങനെ ഒരു ചോദ്യം? താല്പര്യമുണ്ട്. ഇത് കേട്ടാ തോന്നുന്നു എനിക്ക് മലയാളത്തിൽ നിന്ന് പോകണ്ട, എനിക്ക് ഇവിടെ തന്നെ ചെയ്യാൻ ഇനി 5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെയാണ് നിങ്ങളെ ചോദ്യം കേട്ടത്. ഇഷ്ടം പോലെ ഡേറ്റ് ഉണ്ട്, ഏത് സിനിമയിലേക്ക് വിളിച്ചാലും പോവും എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഭാഷ പഠിക്കാൻ ഇപ്പം മലയാളം അറിഞ്ഞിട്ടാ ഇവിടേക്ക് വന്നിട്ട് എല്ലാ നടിമാരും എത്ര കാലങ്ങളായിട്ട് നടിമാർ ഇവിടെ വന്ന് അഭിനയിച്ച ആർക്കെങ്കിലും മലയാളം അറിഞ്ഞിട്ടാ 1 2 3 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഞാൻ ഭാഷ അറിയണം, അത് എവിടുത്തെ ന്യായമാണ്? ഒരു കുഴപ്പമില്ല, ഭാഷ അറിയണ്ട, ഒന്നും വേണ്ട. അങ്ങനെ വഴിക്കുക. പക്ഷെ ഞാൻ പാപ്പിലിയോ ബുദ്ധ എന്ന് പറഞ്ഞ സിനിമയിൽ ഇംഗ്ലീഷിലാണ് അഭിനയിച്ചത്. അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, സുധീഷ് ഗോപിത അത് ഇപ്പോഴും പറയും, എനിക്ക് എൻ്റെ ആക്സെൻ്റ് കിട്ടാഞ്ഞിട്ടേ ഞാൻ കുറച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മദ്യപിക്കാറൊന്നും എനിക്ക് അറിയുന്നല്ലോ, ഇത് ക്ലാസ് പിടിക്കിട്ട്. അപ്പോൾ ഞാനിത് അത് കിട്ടാൻ 2-3 ടേക്ക് പോയപ്പോൾ ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് ഇറ്റ്സ് അമേസിങ്. അപ്പൊ കറക്റ്റ് ഓക്കെ. പിന്നെ ഞാൻ പിക്ചർ തീറ്റ അയ്യോ, കുറച്ച് പിക്ചറും കുറച്ച് മദ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു സുരഭി, താങ്ക്സ് എ ലോട്ട്. അജയന്റെ 2ാം മോഷണത്തിന് ഓൾ ദ വെരി ബെസ്റ്റ്. വലിയൊരു പടം കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. കാരണം നമ്മളുടെ കൂടെ അഭിനയിച്ചിരിക്കുന്ന നിസ്സാരക്കാരല്ല, കന്നഡയും തമിഴുമാണ്. അപ്പൊ നമുക്ക് മലയാളത്തിന്റെ മാനം കാത്തു രക്ഷിച്ചോ എന്നൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. ഇപ്പം ഈ ഓണസദ്യ കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് ഇടാനോ അല്ലെങ്കിൽ അവിടെ നന്നായി ഇവിടെ നന്നായി അങ്ങനെ മാർക്കിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ഒരു സിനിമയായിട്ടല്ല, നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന വെച്ചാൽ മറ്റു ഭാഷകളിലൊക്കെ ഒരു നടനൊക്കെ വാങ്ങിക്കുന്ന ഒരു ബഡ്ജറ്റിൽ നമ്മളുടെ ഒരു സിനിമ 3Dയിൽ വരികയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പം അത് പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് കുടുംബസമേതം പോയിട്ട് ഓണത്തിനൊരു വിഭവമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ARM അജയൻ്റെ 2ാം മോഷണം. അത് കണ്ട് മാണിക്യത്തിനെയും നിങ്ങളുടെ മനസ്സിലൊരു മാണിക്യമായിട്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.